അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവരും വിഷുക്കണി വെക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇതവിടെ ഓരോ ഒരുക്കങ്ങളിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ രാത്രിയിൽ ഇരുന്നിട്ട് തുളസിപ്പൂ എന്നുള്ളത് വേറെ ഒന്നല്ല, നമ്മളെ ഭഗവാന് ചാർത്താൻ വേണ്ടിയിട്ട് ഒരു തുളസിമാല കെട്ടുകയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ തുളസിമാല കെട്ടണമെന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഈ മാല കെട്ടുന്നത് നൂലിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു നൂല് എടുത്തിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ പിടിക്കുക. എന്നിട്ട് ഒരു 2 തണ്ട് തുളസി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇത് റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് എങ്ങനെ തുളസിമാല കെട്ടുക എന്നൊക്കെ പഠിക്കാൻ ശ്രമിച്ചത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഞാൻ മാല കെട്ടി കൊടുത്തത് ഇവിടെ വാവോത്സവത്തിന് നമ്മുടെ ചാതപ്പന് മാല കെട്ടുമല്ലോ, അങ്ങനെ മാല കെട്ടി കൊടുത്തതാണ് ഭഗവാന് ചാർത്താനായിട്ട് ആദ്യമായിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ കെട്ടിയിട്ടും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലായിരുന്ന സമയത്ത് മുല്ലപ്പൂ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ തലയിൽ ചൂടാനായിട്ട് മുല്ലപ്പൂ കെട്ടാറുണ്ട്. അതും ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ചില സമയത്ത് ഞാൻ സൂചിയൊക്കെ വെച്ചിട്ട് കോർത്തിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കെട്ടാൻ പഠിച്ചപ്പം കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ കെട്ടിക്കുകയാണെന്നുണ്ടെങ്കിലും വിട്ട് പോവാറുണ്ട്. ഇപ്പോൾ കുറേ ശരിയായി കേട്ടോ. അപ്പം നിങ്ങളാണെങ്കിലും മാല കെട്ടുമ്പോൾ മാക്സിമം അടുത്തടുത്ത് വെച്ച് കെട്ടാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മാല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ തുളസി മാത്രമല്ല, തുളസീൻ്റെ ഇടയ്ക്ക് നമുക്ക് തെച്ചി വെച്ചിട്ട് മാല കെട്ടാം. പിന്നെ തെച്ചിപ്പൂവിൻ്റെ ഉണ്ടമാല കെട്ടുന്ന വീഡിയോ നമ്മളിതിന് മുമ്പേ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതോടെ ഒന്ന് കയറി കാണണേ. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത്രയും സിമ്പിളായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ വേണം കേട്ടോ.